നമ്മളിപ്പോൾ സെൻറ്റ് ജോസഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, മോൺട്രിയാൽ. ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ, നേരെ പോവുക. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് നമ്മൾ കാണേണ്ട സ്ഥലം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഉള്ളത് സെൻറ്റ് ജോസഫ് പള്ളിയിലാണ്. ഇത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഒരു പള്ളിയാണ് കേട്ടോ, മോൺട്രിയലിലെ. അപ്പോൾ ഞാനിങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് ഫ്രീ ടൈമാണ്, 6 മണി വരെ എനിക്ക് ജോലിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. കൊള്ളാം, അടിപൊളി വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. പാർക്കിംഗ് കാണിച്ചു തരാം. പാർക്കിംഗ് ഇനി ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഉള്ളിൽ കുർബാന നടക്കുകയായതുകൊണ്ട് ഞാൻ മെല്ലെ ഇറങ്ങി. പക്ഷെ ഇനി അതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇവിടുത്തെ പഴയ കുറേ ബിഷപ്പുമാരാണോ ഇവിടുത്തെ അച്ഛന്മാരാണോ എന്നറിയത്തില്ല. ഈ പള്ളിക്കകത്ത് എലിവേറ്റർ ആട്ടോ. ഈ പള്ളി ഇപ്പം ഞാൻ നിന്ന സ്ഥലം തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നല്ലൊരു ടോപ്പിലാണ് നിൽക്കുന്നത്. അവിടുന്ന് വീണ്ടും ഉയരത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ നില. നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താണെന്ന്. എന്നെ നിരാശനാക്കിക്കൊണ്ട് ഈ രണ്ടാമത്തെ നിലയിൽ ഒന്നുമില്ലായിരുന്നു. ഇനിയും നമ്മൾ മുകളിലോട്ട് പോകും. ആ സൈഡിൽ നമുക്ക് കാണാവുന്നത് ഇവിടുന്ന് നമുക്ക് ഏറ്റവും ആ വെളിയിൽ പോയിട്ട് നമുക്ക് വ്യൂ കാണാൻ പറ്റും. ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറെ എന്തോ കൂടെ ഉണ്ട്, നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. സോറി, ഈ ഡോറ് ക്ലോസ്ഡാണ്, നമ്മൾ അപ്പുറത്തോടി പോകേണ്ടി വരും. ഞാൻ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണോ നമുക്ക് നോക്കിയിട്ട് വരാം. ടോപ്പിൽ വന്നപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഒരു പള്ളി ഉണ്ടെന്ന്. നമുക്ക് ആ പള്ളി ഒന്ന് നോക്കാം. ഡോറുകളുടെ ആർക്കിടെക്ചർ നോക്കാൻ അടിപൊളി.
ഫ്ലാറ്റ് ആയതുകൊണ്ട് എനിക്കിവിടെ ഫോൺ വയ്ക്കാൻ പേടിയുണ്ട്. എന്നാലും സ്റ്റാൻഡൊക്കെ ഒപ്പിച്ച് ഞാനിവിടെ ഫോൺ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ വെച്ചിട്ട് കുറേ ഒരു 4 പഞ്ചാബികളെ കണ്ടുമുട്ടി കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി. അതിൽ ഒരാൾ മോൺട്രിയലിൽ താമസിക്കുന്നതാണ്. 2-3 പേര് ന്യൂ ബ്രൺസ്വിക്ക് എന്ന് പറഞ്ഞ പ്രൊവിൻസിലേക്ക് മാറിപ്പോയി. പക്ഷേ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര രീതിയിൽ സംസാരിച്ചു. 2-3 പിക്ചേഴ്സൊക്കെ ഞാൻ എടുത്ത് കൊടുത്തു. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ പുതിയതായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ, നിനക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാം, എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, നീ എൻ്റെ ഫോൺ നമ്പർ ഒന്ന് സേവ് ചെയ്ത് തരുക എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ വന്ന്, ഒരുപാട് പേര് നമുക്ക് കാണാൻ. ഇനിയും ഇതുപോലെ കുറേ യാത്രകൾ ഞാൻ വരുന്നതായിരിക്കും. കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജോലിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. പക്ഷെ എന്നാലും ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ നിന്നും ഇങ്ങനെ ഓരോ സമയമൊക്കെ കണ്ടെത്തി ഇങ്ങനെ ഓരോ യാത്രകളൊക്കെ പോകുന്നത് ഭയങ്കര അനുഭവം തന്നെയാണ്. എനിക്ക് കുറച്ച് നേരം കൂടെ ഇവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ട് തിരിച്ച് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് നേരം നമ്മളവിടെ നിൽക്കാൻ പറ്റത്തില്ല. 8 മണി വരെ ഉള്ളൂ. ഇപ്പോൾ തന്നെ സമയം 7:30. ഞാൻ പാർക്കിങ്ങിൽ ഈ സമയം വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തിരിച്ചു പോകേണ്ട സമയമായി. അതുകൊണ്ട് ഞാൻ പോകുന്നത്.